എല്ലാവർക്കും ക്യൂസ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാന്ദ്രദിന ക്യൂസിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ ക്യൂസ് ബ്രെയിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നൽകുന്നതാണ്. എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടനാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 2 ആണ് ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കൽപ്പന 1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏതാണ്? ഉത്തരം മെറ്റ്സാറ്റ് ആണ് കൽപ്പന 1 പേരിൽ പുനർനാമകരണം ചെയ്തത്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം എന്താണ്? ഉത്തരം ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഗാനിബിഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 11 ആണ് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം എക്കോയാണ് ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം സെലനോളജി എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം 13 തവണ ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ വലം വയ്ക്കും. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ആന്ധ്രാപ്രദേശ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഉത്തരം PSLV C-11 ആണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? ഉത്തരം സിറിയസ് ആണ് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഉത്തരം വിക്രം സാരാഭായ് ആണ് ISROയുടെ ആദ്യ ചെയർമാൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച രാജ്യമേത്? ഉത്തരം റഷ്യയാണ് സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? ഉത്തരം റേഡിയോ സന്ദേശങ്ങൾ വഴിയാണ് ബഹിരാകാശ യാത്രക്കാർ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത്. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആരാണ്?
ഉത്തരം എഡ്വിൻ ആൾഡ്രിനാണ് രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലിയാണ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ. ചന്ദ്രനിലേക്ക് ചാന്ദ്ര പരിവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യയാണ് ചന്ദ്രനിലേക്ക് ചാന്ദ്ര പരിവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം. ഭൂമിയുടെ അപരൻ എന്ന് അറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്ന് അറിയപ്പെടുന്ന ഉപഗ്രഹം. ബഹിരാകാശത്തെ കൊളംബസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂറി ഗഗാറിനാണ് ബഹിരാകാശത്തെ കൊളംബസ് എന്ന് അറിയപ്പെടുന്നത്. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏതു വർഷമാണ്? ഉത്തരം 1961 യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? ഉത്തരം മെഗാട്രോപിക്സ് ആണ് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തുമ്പ, തിരുവനന്തപുരത്താണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഉത്തരം നെയ്ക് അപ്പാച്ചെ ആണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ്. ലൂണ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ചന്ദ്രൻ എന്നാണ് ലൂണ എന്ന പദത്തിന്റെ അർത്ഥം. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 8.2 മിനിറ്റാണ് സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ലൂണ എന്ന പേരിൽ പരിവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യമേത്? ഉത്തരം റഷ്യയാണ് ലൂണ എന്ന പേരിൽ പരിവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ചത്. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഉത്തരം അനുഷ്ക അൻസാരിയാണ് ആദ്യ വനിതാ വിനോദസഞ്ചാരി. ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം. തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധിയാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത്. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആരാണ്? ഉത്തരം പെഗ്ഗി വിറ്റ്സൺ ആണ് ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കൽപ്പന ചൗളയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ചാന്ദിപൂർ, ഒഡീഷയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രനിലേക്ക് പോകുന്നതിന്
നീലാംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 11. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഉത്തരം GSLV Mark 3 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം. ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആരാണ്? ഉത്തരം സരീഷ ബാൻഡലയാണ് ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം ഇറാനാണ് അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഉത്തരം ഗംഗയാനാണ് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ടിയാങ്ഗോങ് 1 ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേര് എന്താണ്? ഉത്തരം പ്രഗ്യാൻ എന്നാണ് ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേര്. ISROയുടെ ആദ്യ മലയാളി ചെയർമാൻ ആരാണ്? ഉത്തരം MGK മേനോനാണ് ISROയുടെ ആദ്യ മലയാളി ചെയർമാൻ. നിലവിൽ 2025 ISROയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം V നാരായണനാണ് നിലവിലത്തെ ISRO ചെയർമാൻ. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ, USA. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം നെപ്റ്റ്യൂണാണ് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം. രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് രോഹിണി എന്ന ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ്? ഉത്തരം 3,84,401 കിലോമീറ്റർ. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹമായ ഭാസ്കരയ്ക്ക് എത്ര മുഖങ്ങൾ ഉണ്ട്? ഉത്തരം 26 മുഖങ്ങളാണ് ഭാസ്കരയ്ക്ക് ഉള്ളത്. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ക്ലെപ്പയർ ആണ് ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത്. ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന ജില്ലയിൽ. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ലെബനീറ്റ്സ് എന്നാണ് ആ കൊടുമുടിയുടെ പേര്. ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം മൂൺലൈറ്റ് എന്നാണ് ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യത്തിന്റെ പേര്. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം മൈക്കിൾ കോളിൻസ് ആണ് അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി.
ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപകരണമാണ് ജലസാന്നിധ്യം കണ്ടെത്തിയത്. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്കര. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേര് എന്താണ്? ഉത്തരം അപ്സര എന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേര്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡുസാറ്റ് ആണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. വ്യാഴത്തിലിടിച്ച ഒരു വാൽനക്ഷത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഷൂമാക്കർ ലേവി 9. ഇതാണ് വ്യാഴത്തിലിടിച്ച വാൽനക്ഷത്രം. ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1. 1957 റഷ്യയാണ് ഇത് വിക്ഷേപിച്ചത്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കോപ്പർനിക്കസ് ആണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? ഉത്തരം 108 മിനിറ്റ് കൊണ്ടാണ് യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റിയത്. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഒളിമ്പസ് മോണസ് ആണ് ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ചന്ദ്രയാനാണ് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? ഉത്തരം 12 വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ ആണ് ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം AB വാജ്പേയി ആണ് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. അപ്പോളോ 11 വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് ഉയർന്ന റോക്കറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം സാറ്റേൺ V എന്നാണ് അപ്പോളോ 11 വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് ഉയർന്ന റോക്കറ്റിൻ്റെ പേര്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലിയാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോകം ഏതാണ്? ഉത്തരം ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം. ചന്ദ്രനിലെ മണ്ണ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റിഗോലിത്ത് എന്നാണ് ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം
ഉത്തരം ചൈനയാണ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 12-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം. മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമേത്? ഉത്തരം ഫ്രം എർത്ത് ടു മൂൺ, ജൂൾസ് വെൻ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആരാണ്? ഉത്തരം ശുഭാംശു ശുക്ലയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് എന്താണ്? ഉത്തരം സൂപ്പർനോവ എന്ന പേരിലാണ് പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രത്തെ പറയുന്നത്. സൂര്യനോട് അടുത്തുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ബുധനാണ് സൂര്യനോട് അടുത്തുള്ള ഗ്രഹം. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ആണ് ഇങ്ങനെ പറഞ്ഞത്. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ന്യൂട്ടൺ ഗർത്തം എന്നാണ് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തത്തിന് പറയുന്ന പേര്. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഏതാണ്? ഉത്തരം വിക്രം സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ്? ഉത്തരം ഓറഞ്ച് നിറത്തിലാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കാണപ്പെടുന്നത്. ഇൻസാറ്റിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്നാണ് ഇൻസാറ്റിൻ്റെ പൂർണ്ണ രൂപം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം രോഹിണി എന്നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.